ഹലോ, മുട്ട കൊണ്ട് ഇത്രയും ടേസ്റ്റുള്ളൊരു കറി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇതെന്താണെന്നല്ലേ, ഇതാണ് മുഗളായി മുട്ടക്കറി. മുഗൾ രാജവംശം തുടർന്നുകൊണ്ടിരുന്നൊരു പാചക രീതിയാണിത്. അത്രത്തോളം ഇല്ലെങ്കിലും നമുക്ക് ഒപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 2 മീഡിയം സൈസ് സവള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ആ സെയിം ജാറിൽ തന്നെ നമുക്ക് ഒരു 16 അല്ലി ഒരു കൂട് വെളുത്തുള്ളി, 16 അല്ലി ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സ് വേണം. ഞാനിപ്പോൾ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കാഷ്നട്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരണം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു രീതിയിൽ നല്ല ക്രീമി ടെക്സ്ചറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം, ഹൈ സ്പീഡിൽ തന്നെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുക്കാം കേട്ടോ. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കുക. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുട്ട ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 5 വേവിച്ച മുട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു കറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 5 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 5 മുട്ട എടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരണം. ഒരു 2-3 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അത് മാറ്റാം. അപ്പോൾ മുട്ട നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റാം. ഇനി അതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഏലക്കയും 2-3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുക. ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു മസാലയിൽ ഈ ഒരു അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ചിക്കൻ മസാലേൻ്റെയും പെപ്പർ പൗഡറിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണമൊന്നും മാറട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സീൻ്റെ ജാറുണ്ടല്ലോ, അതിൽ അരപ്പ് മാത്രമല്ല നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 കപ്പ് വെള്ളം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണിത്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും ഇട്ട് നമുക്കൊരു പിടി മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഗളായി മുട്ടക്കറി ഇവിടെ റെഡിയായി. ഇത് നമുക്ക് നല്ല ചൂട് പൊറോട്ട, ദോശ, അപ്പം, ഇടിയപ്പം അതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ കഴിക്കുന്നത് ദോശൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല ക്രീമി ടെക്സ്ചറിലുള്ള നല്ല അടിപൊളി തിക്കായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.